ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇന്നലെ ടെൻ്റ് അടിച്ചതെന്ന് പറഞ്ഞാൽ പെട്രോൾ പമ്പിലായിരുന്നു. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു 3 മാസത്തിന് ശേഷം വീണ്ടും പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിച്ചത്. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ വാരണാസിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. വാരണാസിയിലേക്ക് ഇവിടെ നിന്ന് 340 കിലോമീറ്ററാണ് ഉള്ളത്. അപ്പോൾ രാവിലെ തന്നെ പാക്ക് ചെയ്തിട്ട് ഇനി വാരണാസിയിലേക്കുള്ള യാത്ര തുടങ്ങണം. ഇപ്പോൾ രാവിലെ സമയം എന്ന് പറഞ്ഞാൽ 7 മണിയാണ്. ഇവിടെ ഇന്നലെയും ഇതേപോലെ തന്നെ നമ്മൾ നിന്നവിടെ ഫുള്ള് ഫോഗായിരുന്നു. രാവിലെ ഒരു 8-9 മണിയാകുമ്പോഴേ നമുക്ക് യാത്ര നല്ലോണം ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 8 മണിയൊക്കെ ആയിട്ടാണ് കേട്ടോ. 8 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കുട്ടൂസിനെ മൊത്തം പാക്ക് ചെയ്തിട്ട് ഇപ്പോൾ മൊത്തത്തിൽ ഫോഗ് വന്ന് അടഞ്ഞേക്കണാണ്. അപ്പോൾ ഫോഗൊക്കെ ഒന്ന് കുറഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്ര നേരം നിന്നത്. ഇനിയിപ്പോൾ എന്തായാലും പതുക്കെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് കുറച്ചങ്ങാട് പോയിട്ട് ഏതെങ്കിലും ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ച് കഴിയാൻ നേരത്തെ എന്തായാലും വെയിൽ വരും. അപ്പോഴേക്ക് ഫോഗൊക്കെ മാറും. അപ്പോൾ നമ്മളിവിടെ പരിചയപ്പെട്ടിട്ട് നമ്മൾ ആദ്യം വിളിച്ചിട്ട് ഇവിടെ നിന്നോളാൻ പറഞ്ഞത് ഈ ഭായ് സാബായിരുന്നു കേട്ടോ. അപ്പോൾ ഭായ് സാബ് आज जाएगा जाके एक आएगा टाइम में इधर आएगा ओके. അപ്പോൾ നമുക്കിനി കുട്ടൂസനെ എടുത്തിട്ട് പതുക്കെ പോകാം. നല്ലോണം ഫോഗാണ്. അപ്പോൾ ലൈറ്റൊന്നുമില്ല നമ്മുടെ കയ്യിൽ. പതുക്കെ ഏതെങ്കിലും ഒരു ചായക്കട എത്തിപ്പെടുക, ചായ കുടിച്ചോണ്ടിരിക്കാൻ നേരത്ത് സൂര്യൻ വരുമെന്ന് വിചാരിക്കുന്നു. സൂര്യൻ വന്നിട്ടുണ്ട്. സൂര്യൻ്റെ വെട്ടം വന്നു കഴിഞ്ഞാൽ ഫോഗൊക്കെ മാറിക്കിട്ടും. അങ്ങനെ നമ്മൾ നിന്നേച്ചപ്പോൾ പമ്പിൽ നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന റോട്ടിൽ ഇപ്പോൾ ഒന്നും കാണില്ല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അടുത്തടുത്തുള്ള മാത്രമേ കാണുള്ളൂ, ദൂരേലേക്കൊന്നും കാണില്ല. അതുമാത്രമല്ല കേട്ടോ, ഈ മഞ്ഞെന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് നമുക്ക് അസ്വസ്ഥത പോലത്തെ ഒരു മഞ്ഞാണ്. തണുപ്പ് മാത്രമല്ല, ഈ മഴ പോലെ ചെറിയ മഞ്ഞ് തുള്ളികൾ നേരെ വന്നിട്ട് മൊത്തം നമ്മൾ ഈർപ്പോയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പോൾ സമയം 9 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. 9 മണിയൊക്കെ ആയിട്ടും ഫുള്ള് ഫോഗാണ്. അപ്പോൾ നമ്മൾ നോക്കി പോയില്ലെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടും കാര്യമില്ല. ഇപ്പം നമ്മളെ പെട്ടെന്ന് പുറകിൽ നിന്ന് തന്നെ വണ്ടികളൊക്കെ കണ്ടില്ലെങ്കിൽ ഇടിച്ചിടും അവർ. അങ്ങനെ നമ്മൾക്കിനി ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു ബോർഡ് കണ്ടായിരുന്നു കേട്ടോ. വാരണാസിയിലേക്ക് വെറും 270-250 കിലോമീറ്ററുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു ബോർഡ് കണ്ടതായിരുന്നു 350. അപ്പോൾ ഞാൻ വിചാരിച്ചത് 350 കിലോമീറ്റർ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ നോക്കിയപ്പോഴാണ് 270 കിലോമീറ്ററുകളൊക്കെ മാത്രമേ ഉള്ളൂ വാരണാസിയിലേക്ക്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പോകുന്ന വഴിയിലാണ് അയോധ്യ വരുന്നത്. അയോധ്യയിലേക്ക് 114 കിലോമീറ്റർ ഉണ്ട്. പക്ഷേ നമ്മൾ അയോധ്യ കയറാനായിട്ടുള്ള പ്ലാനൊന്നുമില്ല. നമ്മൾ നേരെ വാരണാസിയിലേക്ക് എത്തിപ്പെടണം. അങ്ങനെ നമ്മളിപ്പോൾ UP-ൽ അപ്പോൾ നമ്മൾ ബുദ്ധൗലി എന്ന് പറഞ്ഞ സ്ഥലത്തോട് ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കാൻ അടുത്തൊരു ഭായ് സാബ് നമ്മളെ പരിചയപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ UP-ൽ അങ്ങനെ പേടിക്കാനൊന്നും വേണ്ട, വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട, ആൾക്കാരൊന്നും ഇപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല, യാത്ര ചെയ്യാനായിട്ടാണെങ്കിലും സേഫായിട്ട് യാത്ര ചെയ്യാമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ വന്നിട്ട് ചായ കുടിക്കാൻ വേണ്ടി വന്നാണ്ട്. അപ്പോൾ ഇവിടെ ബാക്കിലൊരു മന്ദിറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഭായ് സാബ് ഇപ്പോൾ ജോലിക്ക് പോകാനായിട്ടുള്ള തിരക്കിലായിരുന്നു. അപ്പോൾ നമ്മളോട് പെട്ടെന്നൊരു ചായ കുടിച്ചിട്ട് എന്തായാലും പോകാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ ചായക്കടയിലേക്ക് വിളിച്ചിട്ട് വന്നായിരുന്നു. ഭായ് സാബ് आपका नाम? विजय कुमार यादव. इधर से आपका घर? इधर संत कबीर नगर के. कबीर नगर. और इधर भी कोई प्रॉब्लम नहीं UP में अभी ट्रैवलिंग? UP में कहीं कोई प्रॉब्लम नहीं. बिंदास घूमिए, डे नाइट कभी भी कोई दिक्कत नहीं. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞ് ഇപ്പോൾ 2-3 പേരെ കണ്ടപ്പോഴേക്കും അവരൊക്കെ പറഞ്ഞാൽ വലിയ പ്രശ്നമൊന്നുമില്ല, UP-ൽ യാത്ര ചെയ്യണോണ്ടിട്ട് അങ്ങനെ ആൾക്കാരുടെ ഉപദ്രവങ്ങളും കാര്യങ്ങളൊന്നും വരില്ല. അപ്പോൾ നമ്മളോട് സേഫായിട്ട് തന്നെ എന്നാലും യാത്ര ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. इधर से अयोध्या कितना किलोमीटर है? 90 किलोमीटर. 90. അപ്പോൾ 90 കിലോമീറ്റർ ഉള്ളൂ അയോധ്യയിൽ. അങ്ങനെ നമ്മളിപ്പോൾ ഈ കാണണമെന്ന് പറഞ്ഞാൽ ആ വഴിയിലൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമ്മളിങ്ങോട്ട് താഴെയായിട്ട് നല്ലൊരു കുളവും അതുപോലെ തന്നെ ഇവിടെ ഇരിക്കാനൊക്കെ നല്ലൊരു ആംബിയൻസിലെ സ്ഥലം കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ വില്ലേജിലെ ആൾക്കാരുടെയൊക്കെ മാത്രം തന്നെ ഒരു ഏരിയയാണ്.
അപ്പോൾ നമ്മൾ ഇങ്ങോട്ടേക്ക് ഇറങ്ങി കുറച്ച് നേരം ഇന്ന് ഇവിടെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നേരെ അറ്റത്തായിട്ട് ഒരു ചെറിയ അമ്പലം പോലെ കാണുന്നുണ്ട്. അതായത് നമ്മൾ ഇന്നലെയൊക്കെ കണ്ടായിരുന്നല്ലോ ആനേനെയൊക്കെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതേപോലത്തെ ഒരു ചെറിയൊരു പ്രതിഷ്ഠയാണ് ആനയൊക്കെ വെച്ചിട്ടുള്ള ഒരു പ്രതിഷ്ഠ. അപ്പുറത്ത് സർപ്പത്തിൻ്റെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ അകത്തേക്ക് എത്തിയിട്ടോ, നല്ലോണം ഉള്ളിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണുന്ന കാഴ്ചകളാണെങ്കിൽ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നിരിക്കാനായിട്ടാണെങ്കിലും അതുപോലെ തന്നെ പുറകിലോട്ട് കാണുന്നതെന്ന് പറഞ്ഞാലും ഫുള്ള് നെൽപ്പാടങ്ങളാണ്. അപ്പോൾ എല്ലാവരും നെൽപ്പാടങ്ങളിലെ വിളവൊക്കെ കഴിഞ്ഞിട്ടുള്ള ജോലി തിരക്കിലൊക്കെയാണ്. കുറച്ച് ഭാഗങ്ങളിൽ ഇനി വിളവെടുക്കാനായിട്ടുണ്ട്. അപ്പോൾ വിളവ് കഴിഞ്ഞ ഭാഗങ്ങളിലാണ് നമ്മൾ ദൂരെ കാണുന്ന തീയൊക്കെ കത്തിച്ചേക്കണുണ്ട്. അത് വിളവ് കഴിഞ്ഞിട്ട് അതിനകത്ത് നിന്ന് വൈക്കോലെടുത്ത് കഴിഞ്ഞിട്ട് കുറ്റി കുറ്റിയായിട്ട് നിർത്തിയിട്ട് ആ കുറ്റി അവർ കത്തിക്കും. അത് കഴിഞ്ഞിട്ടാണ് അവർ വീണ്ടും ട്രാക്ടറൊക്കെ ഉപയോഗിച്ചിട്ട് കിളച്ചെല്ലാം റെഡിയാക്കണത്. അപ്പോൾ നമ്മളിവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ പാടത്തെ തുടക്കത്തിൽ തന്നെ ആയിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു സർപ്പത്തിൻ്റെ ഒരു പ്രതിഷ്ഠ. അതുപോലെ തന്നെ ഇവിടുത്തെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ തുടങ്ങിയ ഇതാണ്. യു പിയിൽ വന്നപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇതിനു മുമ്പ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഇതുപോലെയുള്ള ആനയുടെ പ്രതിഷ്ഠകൾ കുറേ സ്ഥലങ്ങളിലായി നമ്മൾ കാണുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമ്മൾക്ക് ഇവിടെ കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമ്മളിപ്പോൾ ആ കാണുന്ന മരത്തിൻ്റെ അടിയിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ടായിരിക്കുള്ളൂ യാത്ര തുടങ്ങണം. കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് നേരം മുമ്പ് ചായക്കടയിൽ വെച്ച് പരിചയപ്പെട്ട ആ ചേട്ടൻ നമ്മൾ ആ ചേട്ടൻ്റെ വീട്ടിൽ നിന്ന് നിൽക്കാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ 30 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 12 മണിയായിട്ടുള്ളൂ. അതുപോലെ തന്നെ ആ ചേട്ടൻ ജോലിക്ക് പോയേക്കണേ. അപ്പോൾ ചേട്ടൻ 4 മണി കഴിയുമ്പോഴേ തിരിച്ചെത്തുള്ളൂ എന്ന് പറഞ്ഞ്. അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ചുറ്റിപ്പറ്റി എല്ലാം കറങ്ങിയൊക്കെ നടന്നിട്ട് കാഴ്ചകളൊക്കെ കണ്ട് ഇവിടുത്തെ നാട്ടുകാരെയൊക്കെ പരിചയപ്പെട്ട് ഇവിടുത്തെ ജീവിത സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മളിന്ന് വൈകുന്നേരം ആ ചേട്ടൻ്റെ വില്ലേജിലേക്ക് ആയിരിക്കുള്ളൂ. അപ്പോൾ ആ ചേട്ടൻ്റെ വില്ലേജിൽ പോയിട്ട് ഇന്നത്തെ ഒരു ദിവസം അവിടെ നിന്ന് നമുക്ക് കുറച്ച് ഇന്നെന്തായാലും നേരത്തെ അപ്പോൾ അധികം ട്രാവൽ ചെയ്തിട്ടില്ല, നമ്മൾ അധികം ടയേർഡൊന്നുമില്ല. അപ്പോൾ അവിടെ പോയി റെസ്റ്റ് എടുത്തിട്ട് നമ്മുടെ ഡ്രസ്സൊക്കെ ഒന്ന് അലക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സൊക്കെ അലക്കിയിട്ടായിരിക്കുള്ളൂ ഇനി യാത്ര കണ്ടിന്യൂ ചെയ്യണത്. അങ്ങനെ നമ്മൾ കുട്ടൂസനെ എടുത്തിട്ട് ഇപ്പോൾ താഴത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. താഴത്തേക്ക് ഇറങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു മരത്തിൻ്റെ തറയുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇനി ഇരുന്ന് റെസ്റ്റ് എടുത്തിട്ട് നമുക്ക് വീണ്ടും യാത്ര ചെയ്യാം. അധികം പോകാനായിട്ടില്ല. ഇന്ന് ആകെ 25 കിലോമീറ്റർ പോയി ആ ചേട്ടൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ കുറച്ച് നേരം ഇരുന്ന് റൂട്ടൊക്കെ നോക്കിയിട്ട് അതെന്ന് പറഞ്ഞാൽ കുറച്ച് ഉള്ളിലോട്ടുള്ള വഴിയാണ്. നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയായിരുന്നില്ല, അവിടെ നിന്ന് ഉള്ളിലോട്ട് പോകാനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇനി റൂട്ടൊക്കെ നോക്കി കറക്റ്റ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ആ ചേട്ടൻ്റെ വീട്ടിലേക്കായിരിക്കുള്ളൂ ഇന്ന്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരുന്ന വെച്ചാൽ ഹൈവേന്ന് ഇപ്പോൾ ഡീവിയേറ്റ് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റേറ്റ് ഹൈവേ ഉണ്ട് ഇത്. അപ്പോൾ യു പിയിലെ ബഗൌസ എന്ന് പറഞ്ഞ വില്ലേജിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 20 കിലോമീറ്ററും കൂടി പോയി കഴിഞ്ഞാൽ ബഗൌസ എന്ന് പറഞ്ഞ വില്ലേജ് എത്തും. അവിടെയാണ് ആ ചേട്ടൻ്റെ വീടുള്ളതെന്നാണ് പറഞ്ഞത്. നമ്മൾക്ക് അവിടുത്തെ ലൊക്കേഷനാണ് തന്നേക്കണത്. അങ്ങനെ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 1 മണിയൊക്കെ കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ 4 മണിയൊക്കെ ആകുമ്പോഴേ ആ ചേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് എത്തുള്ളൂ. അപ്പോൾ ആ സമയം കൊള്ളിച്ചിട്ട് നമുക്ക് അവിടെ എത്തിയാൽ മതി. അപ്പോൾ നമ്മൾ പതുക്കെ പോയിട്ട് ഇനിയിപ്പോൾ ഉച്ച കൊണ്ടിട്ട് ഇവിടെ നിന്ന് നല്ല ഏതെങ്കിലും ഒരു കടയിൽ കയറി ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ പതുക്കെ 4 മണി കൊള്ളിച്ചിട്ട് ബഗൌസ് എത്തിയിട്ട് ആ ചേട്ടനെ വിളിച്ച് കഴിയുമ്പോൾ ആ ചേട്ടനും ആ സമയത്ത് വീട്ടിലേക്ക് എത്തും. എന്നിട്ട് നമ്മൾ ഇന്ന് ആ വീട്ടിൽ നിന്നിട്ട് നാളെ ഇരിക്കുള്ളൂ അവിടുന്ന് വാരണാസിയിലേക്കുള്ള യാത്ര. അങ്ങനെ നമ്മൾ ബഗൌസ് എന്ന് പറഞ്ഞ ഗ്രാമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിക്ക് നമ്മളിവിടെ കുറച്ച് നേരം ഒന്ന് ഇരിക്കാന്ന് പറഞ്ഞിരുന്നാണ്ട്. അപ്പോൾ അതായത് നമ്മൾ താഴെ നോക്കിയപ്പോഴേക്കും നെൽപ്പാടങ്ങളിൽ ഇതെന്ന് പറഞ്ഞാൽ മ്ലാവിനെ പോലത്തെ വേറൊരു ജീവിയാണ്ടാ. അതായത് മാനിൻ്റെ ഫേസ് കൊണ്ട് പശുവിൻ്റെ അത്ര വലിപ്പമുണ്ട്. അപ്പോൾ ഇവിടെ ഒരെണ്ണം നിൽക്കുന്നുണ്ട്, അവിടെ നിന്ന് ഒരെണ്ണം നോക്കണ്ട്, വയലിൽ ഒരെണ്ണം കിടക്കുന്നുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. കറക്റ്റ് മാനിൻ്റെ മുഖവും പശുവിൻ്റെ പോലെ ഇരിക്കും. അപ്പോൾ മുഴുവൻ നെൽപ്പാടങ്ങളിൽ കൊയ്ത്ത് കഴിഞ്ഞത് ഇനി കൊയ്ത്തിനുള്ളതൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാ വീടുകളുടെ മുമ്പിൽ നമ്മൾ നോക്കണമെങ്കിലും മുഴുവൻ നെല്ലുകൾ ഉണക്കാൻ വേണ്ടിയിട്ടേക്കണത്. അതുപോലെ തന്നെ നെല്ലിൽ നിന്ന് അരി വേർതിരിക്കുന്ന കാഴ്ചകൾ, അങ്ങനത്തെ കുറേ നല്ല കാഴ്ചകൾ കണ്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെയൊക്കെ ചാക്കിലാണെങ്കിൽ കെട്ടി വെച്ചേക്കണ ഫുള്ള് നെല്ലുകളാണ്. അപ്പോൾ ഈ വീട്ടിലാണെങ്കിലും എല്ലായിടത്തും ഇപ്പോൾ കൊയ്ത്ത് കഴിഞ്ഞേക്കണ കൊണ്ടിട്ട് ഭയങ്കര കാഴ്ചകളും അതുപോലെ തന്നെ പുതിയ കുറേ അറിവുകളൊക്കെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. കാരണം നമ്മൾ നെൽപ്പാടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള പ്രോസസ്സും കാര്യങ്ങളൊന്നും കറക്റ്റായിട്ട് അറിയില്ലായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴാണ് ഓരോന്ന് ഹായ്.
उधर ബഗൗസ. അപ്പോൾ ഓരോ പയ്യന്മാർ എല്ലാവരുടെ കയ്യിലും കുട്ടൂസനാണ്. എല്ലാവരുടെ കയ്യിലും കുട്ടൂസനെ പോലെയുള്ള സൈക്കിളാണ്. ഹായ് अच्छा है मैं केरला. हाँ नेपाल से आया. ഓ ഇവിടെയൊക്കെ കണ്ടോ വീടുകളുടെ ഫ്രണ്ടിൽ ഫുള്ള് നെല്ലിൻ്റെ കളിയാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ പോകുന്ന വഴിയുടെ രണ്ട് സൈഡിലും ഏക്കർ കണക്കിന് ഇങ്ങനെ കണ്ണെത്താ ദൂരത്തോട്ട് കിടക്കണ പാടങ്ങളെന്ന് പറഞ്ഞാൽ നെൽകൃഷി ചെയ്യണ പാടങ്ങളാണ് മുഴുവൻ. അത് നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ നല്ല രസമുള്ള കാഴ്ച കേട്ടോ. അപ്പോൾ നിറയെ കുരങ്ങന്മാരാണ്. കുരങ്ങന്മാരുടെ കുഞ്ഞുങ്ങളും വലുതും എല്ലാം കൂടി കൂട്ടത്തോടെ പാലായനം ചെയ്ത് പോണ പോലെ ഒരു സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ കുരങ്ങന്മാർ ഇത്തിരി പ്രശ്നക്കാരുണ്ട്. നമ്മൾ ഒന്നും ചെയ്യാണ്ട് പോകണമെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ അതിൻ്റെ അടുത്തോട്ടൊക്കെ പോകാൻ നിന്ന് കഴിഞ്ഞാൽ അതിനകത്തുള്ള വലിയ വലിയ കുരങ്ങന്മാർ നമ്മൾ ഓടിച്ചിടും. അപ്പോൾ നേരത്തെ നമ്മൾ ഫ്രണ്ടിൽ ഒരു സൈക്കിൾ പോയ പുള്ളിക്കാരനെ ഓടിച്ചിട്ടായിരുന്നു ഒരു വലിയ കുരങ്ങൻ. ഹായ് അപ്പോൾ നമ്മളിപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു കാടേരിയ ഉണ്ട്. അപ്പോൾ നിറയെ കുരങ്ങന്മാരും അതുപോലെ തന്നെ ഒഴിഞ്ഞ് കിടന്ന് കുറേ മുൾച്ചെടികളാണ് മൊത്തത്തിലുള്ളത്. ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ വനഹൗസ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് ഇപ്പോൾ ബസ്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം എന്ന് പറഞ്ഞാൽ 6:30 കഴിഞ്ഞിട്ടുള്ളൂ. 6:30 കഴിഞ്ഞപ്പോൾ തന്നെ ഫുള്ള് ഫോഗാണ്. ഫോഗ് വന്നിട്ട് ഒന്നും കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു 8-9 മണിയായാലേ നല്ലോണം ക്ലിയറായിട്ട് വെട്ടമൊക്കെ വരുള്ളൂ. ഇപ്പോൾ നമ്മൾ പോണ വഴി കണ്ട. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ വഴിയാണ്, ഉള്ളുവഴികളാണ്. അത് കാരണം തന്നെ ഈ വഴി അധികം വണ്ടികളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ഹൈവേയിലൂടെ ആണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഇറങ്ങി യാത്ര ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം വലിയ വലിയ വണ്ടികളും കാറും എല്ലാവരും നല്ല സ്പീഡിലേക്ക് പോകണം. പെട്ടെന്ന് ഒരു സൈഡിൽ കൂടിയൊക്കെ വരുമ്പോൾ നമ്മളെ കാണൂല. അപ്പോൾ നമുക്കാണെങ്കിൽ പെട്ടെന്ന് ബാലൻസ് കിട്ടിയില്ലെങ്കിൽ വീഴാനൊക്കെ ഉള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഹൈവേയിൽ നമ്മളെല്ലാം ഇപ്പോൾ 2-3 ദിവസമായിട്ട് 8 മണി 8:30 9 മണിക്കാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ. ഇതിപ്പോൾ നമ്മൾ വില്ലേജ് ആയതുകൊണ്ടാണ് രാവിലെ തന്നെ എല്ലാം പാക്ക് ചെയ്തിട്ട് ഇറങ്ങിയത്. പിന്നെന്ന് പറഞ്ഞാൽ ഇവിടെ ആൾക്കാരൊക്കെ എല്ലാവരും നേരത്തെ തന്നെ എഴുന്നേക്കോട്ടെ. 5:30 തന്നെ എഴുന്നേറ്റിട്ട് കടകളൊക്കെ തുറന്ന് അങ്ങനെ പരിപാടികളൊക്കെ അതിന് രാവിലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ ആൾക്കാർ തുടങ്ങും. അപ്പോൾ അത് കാരണം തന്നെ നമ്മളിന്ന് 5 മണി 5:30 ആയപ്പോൾ തന്നെ എഴുന്നേറ്റാണ്. എഴുന്നേറ്റ് പിന്നെ പാക്കെല്ലാം ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും വന്നാൽ രാവിലെ തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് വാരണാസിയിലേക്ക് അത്ര നേരത്തെ എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഇന്ന് 12-ാം തീയതിയാണ്. നമുക്കപ്പോൾ 14-ാം തീയതി ഒരു ഉച്ച കൊള്ളിച്ചിട്ട് വാരണാസി എത്തണം. 15-ാം തീയതിയാണ് അവിടെ പരിപാടി. അപ്പോൾ 14-ാം തീയതി നമ്മളവിടെ എത്തിയിട്ട് നമ്മുടെ ഫ്രണ്ടായിട്ടുള്ള ജിപ്സി ബാബയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ മീറ്റ് ചെയ്ത് അവരുടെ ഒപ്പം നമ്മൾ അന്നത്തെ ദിവസം നിന്ന് 15-ാം തീയതി ഒരുമിച്ച് പരിപാടിയൊക്കെ ആഘോഷിച്ചിട്ട് 16-ാം തീയതി അവർ നോർത്ത് ഈസ്റ്റിലേക്കും അതുപോലെ തന്നെ ഞാൻ നേരെ ചണ്ഡീഗഡ് വഴി ഹിമാചലിലേക്കും. അപ്പോൾ ഇനിയിപ്പോൾ പെട്ടെന്ന് തന്നെ ഹിമാചലിലേക്ക് എത്തണം. എല്ലായിടത്തും തണുപ്പ് സ്റ്റാർട്ടായിട്ടുണ്ട്. ഹിമാചലിലൊക്കെ മഞ്ഞ് വീഴ്ച തുടങ്ങുന്ന മുമ്പ് എത്തിപ്പെട്ടില്ലെങ്കിൽ കുട്ടൂസനായിട്ട് ഒന്നും കൂടി കയറാനായിട്ട് പാടായിരിക്കും. എന്തായാലും നമ്മളെത്തും. എത്ര മഞ്ഞ് വീണാലും
എന്തൊക്കെ നടന്നാലും നമ്മൾ കുട്ടൂസിനായിട്ട് കയറുമെന്ന് വിചാരിച്ച സ്ഥലമാണെങ്കിൽ നമ്മൾ എന്തായാലും കയറും. അങ്ങനെ നമ്മളിപ്പോൾ പോയി ഇപ്പോൾ ബസ്തി എന്ന് പറഞ്ഞ സ്ഥലം എത്താറ് കേട്ടോ. ബസ്തി എന്ന് പറഞ്ഞാൽ ഒരു മെയിനായിട്ടുള്ള ഇവിടുത്തെ ടൗൺ ഏരിയ ആണ്. അതുപോലെ തന്നെ അവിടെ നിന്ന് നമ്മൾ പിന്നെ വാരണാസിയിലേക്ക് പോകുന്നതെന്ന് പറഞ്ഞാൽ ഹൈവേ റോഡുകളിലൂടെ ആയിരിക്കുള്ളൂ. കാരണം നമുക്ക് പെട്ടെന്ന് വാരണാസിയിലേക്ക് എത്തിപ്പെടണം. 14-ാം തീയതി നമ്മൾ വാരണാസി എത്തിയാലേ നമ്മൾക്ക് അന്ന് റെസ്റ്റ് എടുത്തിട്ട് 15-ാം തീയതി നമ്മൾ ദേവ് ദിവാലി സെലിബ്രേഷൻ അവിടെ ആഘോഷിക്കുന്നതായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം ഹൈവേന്ന് റൈറ്റിലേക്കാണ് കേട്ടോ. താണ്ട വഴിയാണ് നമ്മൾ വാരണാസിയിലേക്ക് പോകുന്നത്. വാരണാസിയിലേക്ക് അപ്പം ഇനി 206 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ നേരെ പോയി കഴിഞ്ഞാൽ ഒരു 70 കിലോമീറ്റർ മാത്രമുള്ള അയോധ്യയിലേക്ക്. അപ്പോൾ നമ്മൾ അയോധ്യ പോകണമെന്നൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഇപ്പോൾ പോകാത്ത കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് 2 ദിവസം കൂടി ഗ്യാപ്പുള്ളൂ. അപ്പോൾ 2 ദിവസത്തിൽ 200 കിലോമീറ്റർ കവർ ചെയ്ത് നമ്മൾ വാരണാസി എത്തിപ്പെടണം. എന്നാൽ മാത്രമേ നമ്മൾക്ക് ദേവ് ദിവാലി സെലിബ്രേഷനിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ പോകുന്ന വഴിയിൽ നോക്കിയിട്ട് പറ്റുമെങ്കിൽ അയോധ്യ കയറും, ഇല്ലെങ്കിൽ നമ്മൾ അയോധ്യ കയറാതെ തന്നെ നമ്മൾ നേരെ യു.പിയിലെ വേറെ ഭാഗങ്ങളിലൂടെ എല്ലാം സഞ്ചരിച്ച് ചണ്ഡീഗഡ് എത്തിപ്പെട്ടിട്ട് ചണ്ഡീഗഡിലൊരു ഫ്രണ്ടിനെ കൂടി കാണാനായിട്ടുണ്ട്. അപ്പോൾ അവനെയും കൂടി കണ്ടിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഹിമാചലിലേക്കായിരിക്കുള്ളൂ. അപ്പോൾ ചണ്ഡീഗഡിന് ഹിമാചലിലേക്കുള്ള വഴി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വഴികളൊക്കെ തന്നെ. കാരണം അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് പോയി കഴിഞ്ഞാൽ കയറ്റങ്ങൾ തുടങ്ങും. പിന്നെ നമ്മൾ പഴയ പോലെ തന്നെ ഞാനും കുട്ടൂസനും കൂടി മലകളൊക്കെ ഉന്തി കയറി ശരിക്കും മലകൾ കയറിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്കും കുട്ടൂസിനും ഇഷ്ടം. ഇതുപോലെയുള്ള റോഡുകൾ നമുക്ക് കിലോമീറ്റേഴ്സ് യാത്ര ചെയ്യാമെങ്കിലും അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല. എല്ലാം ഒരുപോലെയൊക്കെ തന്നെ ഇരുന്ന് ഒരുപോലത്തെ കാഴ്ചകളും. അങ്ങനെ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കാൻ നേരത്തെ ഇവിടെ ഒരു ചെറിയൊരു ഹോട്ടൽ കണ്ടപ്പോഴേക്കും ഹോട്ടലിൽ കയറിയിട്ട് ഭക്ഷണം കഴിച്ചായിരുന്നു. എന്നിട്ട് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇപ്പോൾ യാത്രയിൽ വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ കുറേ മിസ്റ്റേക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും സമയം കിട്ടാറൊന്നുമില്ല ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പരമാവധി ഇതേപോലെയുള്ള സ്ഥലങ്ങളിൽ കയറി ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ കാരണം വഴിയിൽ നിന്നും നമുക്ക് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നും സാധിക്കില്ല. അപ്പോൾ നമ്മൾ ഇതേപോലെയുള്ള കടകളിലൊക്കെ കയറിയിട്ട് 1 മണിക്കൂർ 1.5 മണിക്കൂറൊക്കെ ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കണം. കുറച്ച് സമയങ്ങളിൽ മാത്രം പെട്ടെന്ന് തട്ടിക്കൂട്ടിയിട്ടൊക്കെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ വീഡിയോ ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള നല്ല നല്ല വീഡിയോകൾ ഇനി ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോയിലുള്ള ചെറിയ തെറ്റുകളും കുറവുകളൊക്കെ എല്ലാവരും ക്ഷമിച്ചു കൊണ്ടിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ല. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് അയച്ചു കൊടുത്ത് നമ്മുടെ യാത്രയിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഇതെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ എല്ലാവരും നമ്മുടെ കൂടെ ഉള്ളെങ്കിൽ ഇനിയുള്ള അങ്ങോട്ടുള്ള നല്ല കുറേ വീഡിയോകളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ കടയിൽ നിന്നായിരുന്നു കേട്ടോ നമ്മൾ ഭക്ഷണം കഴിച്ച് നല്ലൊരു വൃത്തിയുള്ള കടയിൽ വന്നിട്ട് നമ്മൾ കുറേ ഒരു ഹോട്ടലുകളൊക്കെ നോക്കുന്നുണ്ട്. ഈ കട കണ്ടപ്പോൾ പെട്ടെന്ന് ഇഷ്ടപ്പെട്ടായിരുന്നു. കാരണം ഇവിടെ ഇരിക്കാനാണെങ്കിൽ നല്ല ശാന്തതയോടുകൂടി ഇരിക്കുക, വലിയ തിരക്കുകളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് ഇപ്പോൾ ഭക്ഷണം കഴിച്ചത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്, എക്സ്പോർട്ടിങ്ങിന് വേണ്ടി ഇട്ടേക്കണതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഭായ് സാബിനെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. ഓ ഭായ് സാബ് आपका नाम नाम आपका नाम नाम हाँ सुनील ओ इधर से उस जगह का नाम बस्ती डिस्ट्रिक्ट बस्ती में कौन सा जगह है? यही एरिया बस्ती ഏരിയയിൽ തന്നെയുള്ള ഒരു ഭായ് സാബായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഭായ് സാബിൻ്റെ കടയിൽ ആയിരുന്നു കേട്ടോ. ഭായ് സാബ് आपका नाम क्या है? മഹാദേവ് എന്നാണ്. അപ്പോൾ പുള്ളിക്കാരെ ഭയങ്കര അടിപൊളി കമ്പനിയായിരുന്നു. നമ്മൾ വന്നപ്പോൾ തന്നെ നമ്മുടെ യാത്രേനെ കുറിച്ചിട്ടൊക്കെ കുറേ കാര്യങ്ങളെല്ലാം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ സമയം 4 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. 4 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വീഡിയോ ഒരുമാതിരിയൊക്കെ നമ്മൾ തട്ടിക്കൂട്ടിയൊക്കെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അപ്ലോഡിങ്ങിന് ഇട്ടിട്ട് ഇനിയിപ്പോൾ നമ്മൾ എവിടെ എത്തുമെന്നൊന്നും അറിയാൻ പാടില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഇരുട്ടാവട്ടെ. ഇപ്പോൾ 4 മണിയായപ്പോൾ തന്നെ സൂര്യൻ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി കുട്ടൂസനെ എടുത്തിട്ട് കുറച്ച് കിലോമീറ്റർ പോയിട്ട് ഒരു 6 മണിക്കുള്ളിൽ തന്നെ എവിടെയെങ്കിലും എത്തിപ്പെടണം. 6 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നല്ല ഇരുട്ടാവണുണ്ട്. അപ്പോൾ ഇന്ന് എവിടെ എത്തുമെന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇനിയിപ്പോൾ ഇറങ്ങി
എന്തായാലും കുട്ടൂസൻ്റെ അടുത്ത് പോയി നോക്കാം. പോയിട്ട് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയും 200 കിലോമീറ്റർ താഴെ വാരണാസിയിലേക്ക് എത്താനായിട്ടുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും 14-ാം തീയതി രാത്രിയാണെങ്കിൽ നമ്മൾ 14-ാം തീയതി വാരണാസി എത്തുന്നതായിരിക്കും കുട്ടൂസനായിട്ട്. അങ്ങനെ ഇപ്പോൾ സമയം 5 മണിയൊക്കെ ആറായിട്ടുണ്ട്. 5 മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മളിപ്പോൾ താണ്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല നീട്ടമുള്ളൊരു ബ്രിഡ്ജാണ് കേട്ടോ. അപ്പോൾ ഈ ബ്രിഡ്ജിൻ്റെ പേരെന്ന് പറഞ്ഞാൽ താണ്ട കൽവാരി ബ്രിഡ്ജ് എന്നാണ്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഈ താഴെ കാണുന്ന റിവർ എന്ന് പറഞ്ഞാൽ ഗക്കാര എന്ന് പറഞ്ഞിട്ടുള്ള UP-ലെ ഒരു റിവറാണ് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നല്ല അഴുക്കായിട്ടാണ് ഒഴുകി പോണത്. പക്ഷെ നല്ല വീതി ഉണ്ട് കേട്ടോ, വീതിയും ഉണ്ട്. അതുപോലെ തന്നെ കുറേ ഭാഗങ്ങൾ ഡ്രൈ ആയിട്ട് കിടക്കണതിന് കുറേ ഭാഗങ്ങളിൽ വെള്ളമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളിലെല്ലാം ഫുള്ള് മണ്ണ് വന്ന് അടിഞ്ഞ് വെള്ളമില്ലാത്തൊരവസ്ഥയിൽ കുറേ ആളുകളൊക്കെ അപ്പോൾ അതിൻ്റെ പൊക്കത്തൂടിയൊക്കെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറേ വൈക്കോലുകളൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ട്. വൈക്കോലല്ല കേട്ടോ, അത് കാട്ടിൽ നിന്നുള്ള പുല്ലാണ്. അതായത് നമ്മൾ ഈ ചൂലൊക്കെ ഉണ്ടാക്കാനോ അതേപോലെയൊക്കെ എടുക്കണം പുല്ലുകൾ അവർ കളക്ട് ചെയ്തിട്ട് അപ്പോൾ നല്ല ദൂരത്തിലാണ് മണൽ വന്ന് അടിഞ്ഞ് കിടക്കണം. അതുപോലെ തന്നെ കുറേ ഭാഗങ്ങളിൽ വെള്ളവുമുണ്ട്. ഇപ്പോൾ മഴക്കാലമൊക്കെ വരാൻ നേരത്ത് ഇപ്പോൾ നല്ല മഴയൊക്കെ പെയ്യണമെങ്കിൽ ഇവിടങ്ങളെല്ലാം വെള്ളം ഒഴുകി നിറഞ്ഞൊഴുകണമായിരിക്കുള്ളൂ ഈ റിവറിൽ. അങ്ങനെ ഈ പാലമാണെങ്കിൽ അത്യാവശ്യം നല്ല നീട്ടമുള്ള പാലമുണ്ട്. ഇപ്പോൾ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ട് ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നിരപ്പായിട്ടുള്ള പാലത്തിലൂടെയാണ്. അത് കഴിഞ്ഞ് കുറച്ച് അങ്ങോട്ടൊക്കെ എത്തിക്കഴിയുമ്പോഴേക്കും അവിടെ നിന്ന് വീണ്ടും പാലത്തിൻ്റെ ഹൈറ്റ് വന്നിട്ടുണ്ട്. അതായത് പാലം പൊങ്ങിയിട്ട് വീണ്ടും താഴത്തേക്ക് ഇറങ്ങും. അത് കഴിഞ്ഞാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്തോരം ദൂരവും കൂടി പാലം ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഗോപ്രോയിൽ മാത്രമായിട്ടാണ് നമ്മൾ വീഡിയോകളൊക്കെ ചെയ്യുന്നത്. അതുമാത്രമല്ല നമ്മുടെ കയ്യിൽ മൈക്കൊന്നും ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓഡിയോകളെല്ലാം നമുക്ക് നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടണില്ല. പക്ഷെ ഉടനെ തന്നെ നമ്മൾ മൈക്കെല്ലാം വാങ്ങി നല്ല രീതിയിലുള്ള വീഡിയോകൾ ഇനിയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളൊക്കെയാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ പരമാവധി നിങ്ങളെല്ലാവർക്കും ഒന്ന് അയച്ചൊക്കെ കൊടുത്ത് നമ്മുടെ വീഡിയോക്ക് ഒന്ന് സപ്പോർട്ടാക്കി തന്നെയാണെങ്കിൽ നമ്മളെ യാത്ര ചെയ്യണമെങ്കിലും നല്ല മനോഹരമായിട്ടുള്ള അനുഭവങ്ങൾ നിങ്ങളിലേക്ക് എനിക്ക് നല്ല രീതിയിൽ തന്നെ എത്തിക്കാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മളെ കുറച്ച് സിറ്റുവേഷൻസ് കൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാനായിട്ടാണെങ്കിൽ സമയമൊക്കെ കിട്ടണമൊക്കെ ഭയങ്കര കുറവാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എൻ്റെ യാത്ര എന്ന് പറഞ്ഞാൽ ഞാൻ പൈസ കൊടുത്തിട്ടുള്ള റൂമുകൾ എടുക്കൽ ഭയങ്കര കുറവാണ്. ഇപ്പോൾ 1.5 വർഷത്തെ യാത്രയിൽ ഞാൻ ആകെ 3-4 പ്രാവശ്യം മാത്രമാണ് പൈസ കൊടുത്തിട്ടുള്ള റൂം എടുത്തേക്കണം. ബാക്കിയെല്ലാം നമ്മൾ ക്യാമ്പിങ്ങും അതുപോലെ തന്നെ ഓരോ ഹോട്ടലുകളിലൊക്കെ പോയിട്ട് അവരോട് അവിടെ നിന്നോട്ടെ എന്നൊക്കെ ചോദിച്ച് ഭക്ഷണം കഴിച്ചിട്ട് അവിടെ നിൽക്കൽ അങ്ങനെയൊക്കെ ആണോ കൊണ്ടിട്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്നും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്ത് ഇടാനായിട്ടൊന്നും സാധിക്കണുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ എന്ത് വന്നാലും നമ്മൾ പരമാവധി പറ്റുന്ന രീതിയിൽ നല്ല വീഡിയോകൾ തന്നെ ആയിരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങളിൽ നമ്മൾ ഡെയിലിയുള്ള വീഡിയോകൾ നിർത്തിയിട്ട് നല്ല നല്ല സ്ഥലങ്ങളും നല്ല അറിവുകളും മാത്രം പകർന്നിട്ടുള്ള വീഡിയോ ചെയ്തിട്ട് 2-3 ദിവസങ്ങൾ കൂടുമ്പോഴായിരിക്കുള്ളൂ. അതാകുമ്പോഴേക്കും നല്ല കുറേ രസത്തിൽ തന്നെ നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് തന്നെ വിചാരിക്കണേ. അപ്പോൾ കുട്ടൂസനാണ് നമ്മുടെ പവർ എന്ന് പറഞ്ഞാൽ കേട്ടോ. കുട്ടൂസനാണ് എല്ലായിടത്തും ഫാൻസ് ഉള്ളത്. കുട്ടൂസൻ ഫാൻസിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏത് നാട്ടിൽ പോയാലും നമ്മുടെ കുട്ടൂസന് ഫാൻസ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പാലം ഇനിയും ഉണ്ട് കേട്ടോ. നമ്മൾ പാലത്തിൻ്റെ അവിടെ നിന്ന് പൊക്കത്തുനിന്ന് കയറി വീണ്ടും ഇറങ്ങിയിട്ട് പോയിക്കൊണ്ടിരിക്കണതാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 1/2 കിലോമീറ്ററിന് മുകളിൽ കൂടി ഈ പാലമുണ്ട്. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം. അപ്പോൾ ഈ പാലം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്ത് നോക്കണം ഈ പാലം എത്ര കിലോമീറ്ററാണ് നീട്ടമുള്ളതെന്ന്. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 കിലോമീറ്റർ അടുത്ത്
നീട്ടമുണ്ട് ഇപ്പോൾ ഈ പാലത്തിന്. അങ്ങനെ നമ്മളിപ്പോൾ അടുത്തൊരു കിലോമീറ്ററിൻ്റെ ബോർഡ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വാരണാസിയിലേക്ക് ഇനി 186 കിലോമീറ്ററാണ്. 186 കിലോമീറ്റർ 2 ദിവസമാണ് നമുക്കുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇതിന് മുമ്പ് ക്രോസ് ചെയ്ത താണ്ട കാൽവാരി എന്ന് പറഞ്ഞിട്ടുള്ള ബ്രിഡ്ജിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ 2.2 കിലോമീറ്ററാണ് കേട്ടോ. 2 കിലോമീറ്റർ 200 മീറ്ററുമാണ് ആ പാലത്തിൻ്റെ നീളം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ നമ്മളിവിടെ നിർത്തിയപ്പോഴേക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയായിരുന്നു. അപ്പോൾ ട്രാവൽ ചെയ്യാൻ നേരത്ത് നമുക്കത് അനുഭവപ്പെട്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല നീട്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്കും ആ ബ്രിഡ്ജിൻ്റെ കിലോമീറ്റർ നോക്കിയിട്ട്. അങ്ങനെ ഇപ്പോൾ നമ്മൾ അവിടുത്തെ ബോർഡ് വായിച്ചിട്ട് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പോകുമ്പോഴേക്കും ഇവിടെ ഒരു നല്ലൊരു പെട്രോൾ പമ്പ് കണ്ടായിരുന്നു. ചെറിയൊരു പെട്രോൾ പമ്പ് കണ്ടോ. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ക്യാമ്പ് ചെയ്യാൻ വേണ്ടി ചോദിച്ചപ്പോഴേക്കും കുഴപ്പമൊന്നുമില്ല, ക്യാമ്പ് ചെയ്തോളാൻ പറഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നമ്മുടെ സൈഡിലായിട്ട് ഇപ്പോൾ ഒരു വണ്ടി പോകണ കണ്ടപ്പോഴേക്കും നമ്മൾ ഇവിടുത്തെ ബായ് സാബിനോട് ചോദിച്ചായിരുന്നു. അപ്പോഴാണ് ഇവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ട് പോകണുണ്ട്. അപ്പോൾ ഇവിടുത്തെ സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ കല്യാണത്തിൽ ആൾക്കാർ പോകണതിനും ഫ്രണ്ടിലായിട്ട് ലൈറ്റും ഫുള്ള് സ്പീക്കറൊക്കെ വെച്ചിട്ട് പാട്ട് വെച്ചിട്ട് ബാക്കിൽ പെണ്ണും ചെക്കനും അതുപോലെ വീട്ടുകാരെല്ലാവരും ഡാൻസൊക്കെ കളിച്ചിട്ട് അടിപൊളിയാണ് കേട്ടോ. ഇനി നമ്മുടെ അവിടെയൊന്നും പറ്റില്ല. നമ്മുടെ അവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ സൗണ്ട് പൊല്യൂഷനായിട്ട് എന്തായാലും അത് ബ്ലോക്ക് ആവും. ഇവിടെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സൗണ്ടിൻ്റെ ഒന്നും പ്രശ്നങ്ങളൊന്നുമില്ല. എല്ലാവർക്കും വലിയ വലിയ സൗണ്ടുകളാണ്. അത് കാരണം അതിനകത്തെന്ന് പറഞ്ഞാൽ വലിയ 8 സ്പീക്കറുകളാണ് ബാക്കിലുള്ളത്. അങ്ങനെ ഇന്നും നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള സ്ഥലത്ത് തന്നെയാണ് എത്തിപ്പെട്ടത്. അപ്പോൾ നല്ലൊരു പമ്പാണ്, വലിയ തിരക്കില്ല, പുതിയൊരു പമ്പായതുകൊണ്ട് തന്നെ നല്ലൊരു ഫ്രീനെസ് ഉണ്ട്. പിന്നെ വലിയ തിരക്കുകളൊന്നും ഇല്ലാത്തതുകൊണ്ടിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ വീഡിയോയും കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനായിട്ടാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ നിന്ന പെട്രോൾ പമ്പ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ നിറയെ ആൾക്കാർ വന്ന പമ്പായിരുന്നു. അപ്പോൾ എല്ലാവരും വന്നിട്ട് നമ്മളോട് വന്നിട്ട് എന്താണ് എവിടെ നിന്നാണ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചോദിച്ച് കുറേ സമയമൊക്കെ ഇങ്ങനെ പോകണോണ്ടിട്ട് നമുക്ക് വീഡിയോ ഒന്നും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് നമ്മൾ എത്തിപ്പെട്ട പമ്പ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു പമ്പ് തന്നെയാണ്. അപ്പോൾ നമ്മളിവിടെ വന്നിട്ട് ഇവിടുത്തെ ബായ് സാബിനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഈ ബായ് സാബായിരുന്നു. ബായ് സാബ് ആപ്കാനാ ദീനാനാഥ് തിവാരി. അതുപോലെ തന്നെ ഓണർ മാനേജർ. അപ്പോൾ ഇതാണ് കേട്ടോ പമ്പിൻ്റെ മാനേജർ. അപ്പോൾ നമ്മൾ വന്നപ്പോൾ തന്നെ മാനേജറിനോട് സംസാരിച്ചു. ഹായ് സാർ, ആപ്കാ നാം? അരവിന്ദ് ശർമ്മ എന്നാണ്. അപ്പോൾ വളരെ നല്ല അടിപൊളി തന്നെയായിരുന്നു ഇവിടെ എത്തിപ്പെട്ടത്. അതുപോലെ തന്നെ വേറൊരു ബ്രോയും കൂടി ഉണ്ടാവും. നമുക്ക് എന്തായാലും ആ ബ്രോനെയും കൂടി പരിചയപ്പെടാം. അപ്പോൾ നമ്മൾ ഇന്ന് നിൽക്കണം എന്ന് പറഞ്ഞാൽ ഇന്ന് ഇവിടെ ആയിരിക്കും രാവിലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം 186 കിലോമീറ്റർ ഉണ്ട് നമ്മൾക്ക് വാരണാസിയിലേക്ക്. അപ്പോൾ നമ്മൾ 2 ദിവസം കൂടി ഉള്ളൂ. നാളെ ഒരു 90 കിലോമീറ്റർ. അത് കഴിഞ്ഞിട്ട് മറ്റന്നാൾ നമ്മൾ എന്തായാലും ബാക്കി കിലോമീറ്റർ കവർ ചെയ്തിട്ട് വാരണാസിയിൽ എത്തുന്നതായിരിക്കുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ പമ്പിൽ ടെൻ്റൊക്കെ അടിച്ചിട്ട് ഇവിടുത്തെ അടുത്തൊരു മാനേജറൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് നമ്മളോട് കമ്പനി അടിച്ചിട്ടിരിക്കണേ. അപ്പോൾ നമ്മൾ എത്തിപ്പെട്ട സ്ഥലമാണെങ്കിൽ നല്ലൊരു സ്ഥലം തന്നെ കേട്ടോ. അപ്പോൾ നല്ല ആൾക്കാരുകളൊക്കെ തന്നെയാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ പെട്രോൾ പമ്പിൽ നിന്ന് നിൽക്കാമെന്ന് വിചാരിച്ചപ്പോഴേക്കൊരു പെട്ടെന്നൊരു റഷ് തോന്നിയതായിരുന്നു. പക്ഷേ നല്ലൊരു പെട്രോൾ പമ്പിൽ തന്നെയാണ് എത്തിയത്. കാരണം നമ്മളിപ്പോൾ ഹോട്ടലിലൊക്കെ പോയി എന്ന് വെച്ചെങ്കിലും അവിടെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടാണ്. ഇവിടെ ആകുമ്പോൾ പുതിയ പെട്രോൾ പമ്പാണ്. അതുപോലെ തന്നെ നല്ല സൗകര്യങ്ങളുണ്ട്. വലിയ വണ്ടികളുടെ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ശാന്തമായിട്ട് തന്നെ ഇപ്പോൾ നമ്മൾ അവിടെ കാണുന്ന നമ്മൾ ടെൻ്റ് അടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ അടുത്ത മാനേജർ വൈസാ കനാം വൈസാ സുനിൽ എന്നാണ്. അപ്പോൾ സുനിൽ കനോജിയ. അപ്പോൾ ഈ ഭായ് സാബിന് ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഒരു 2-3 ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ടീച്ചർ. അപ്പോൾ നമ്മളിവിടെ വന്ന് സംസാരിച്ചിട്ടിരിക്കാൻ ചായയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അടിപൊളിയാണ്. പമ്പിൽ വന്നിട്ട് ചായയൊക്കെ കുടിച്ച് കമ്പനി അടിച്ചിട്ട്. ഓ ഭായ് സാബ് ആപ്കാ നാം? मेरा नाम है സന്ദീപ് കുമാർ. डीलर है പമ്പ്. ഓ അപ്പോൾ ഈ പമ്പിൻ്റെ ഡീലറാണ് കേട്ടോ. അതായത് ഈ പമ്പിൻ്റെ ഓണർഷിപ്പ് ഉള്ളത് ഈ പുള്ളിക്കാരനാണ്. അതുപോലെ തന്നെ ഇവർ രണ്ടുപേരും മാനേജറാണ്. അതുപോലെ തന്നെ ഈ വൈസാബ് ഉണ്ട്. നമ്മൾ ആദ്യമായിട്ട് വന്നപ്പോൾ ഈ വൈസാബിനായിരുന്നു പരിചയപ്പെട്ടിട്ടുണ്ടായ. അപ്പോൾ എന്തായാലും നല്ലൊരു പമ്പിൽ തന്നെയാണ് എത്തിപ്പെട്ടത്. നമ്മളിപ്പോൾ ഒരുമിച്ചിരുന്ന് ചായയൊക്കെ കുടിച്ചിട്ട് അതുപോലെ തന്നെ നമ്മുടെ ക്യാമ്പ് ചെയ്തേക്കണ പുറകിൽ തന്നെയാണ്. ഭയങ്കര സേഫാണ്. അതുകൊണ്ട് പേടിക്കാനുമില്ല. നമ്മൾ ആദ്യം ക്യാമ്പ് ചെയ്തെന്ന് ആ ലോറി കിടക്കണം ആ മൂലക്കായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് നിങ്ങൾ അവിടെ ടെൻ്റ് അടിക്കേണ്ട, പമ്പിൻ്റെ ഫ്രണ്ടിൽ ആ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ അടിച്ചോളാൻ വേണ്ടി പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ട, കുറച്ച് ഒതുങ്ങിയിരിക്കാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവിടെ പോയിട്ട് ഞാൻ തന്നെയാണ് അവിടെ ടെൻ്റ് അടിച്ചത്. അവർ പറയണേ എവിടെ വേണമെങ്കിലും ടെൻ്റ് അടിച്ചോ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ യാത്രയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്.
അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയായിട്ട് തന്നെ എത്തിപ്പെട്ട് നല്ല കുറേ ആൾക്കാരെയൊക്കെ തന്നെയാണ് നമ്മൾ യു പിയിലാണെങ്കിലും പരിചയപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം നമ്മൾ ഓരോ ദൈവത്തിൻ്റെ ഭാഗ്യം എന്നൊക്കെ പറയൂലേ, അതേപോലെ തന്നെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കണോണ്ടായിരിക്കണം നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ദൈവം എത്തിപ്പെടുന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചല്ല, പക്ഷേ ഇന്ന് വഴിയിൽ എവിടെയെങ്കിലും ടെൻ്റ് അടിച്ചാലാന്ന് വരെ വിചാരിച്ചിട്ടാണ് ഇത്രയും നല്ല സൗകര്യമുള്ളൊരു പമ്പിൽ എത്തിപ്പെട്ടത്. അങ്ങനെ നമ്മൾ ഇന്ന് എത്തിപ്പെട്ട പമ്പ് എന്തായാലും അടിപൊളിയാണ് കേട്ടോ. നമ്മളിവിടുത്തെ പമ്പിലെ ചേട്ടന്മാരൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞിട്ട് അത് ലാസ്റ്റ് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ ഈ പമ്പിൻ്റെ ഓണറൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഞാൻ ഇതുപോലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകണമെന്ന് പറഞ്ഞപ്പോൾ പോകണ്ട, നിനക്ക് ഭക്ഷണം ഇവിടെ മേടിച്ച് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഇവിടുത്തെ പമ്പിലെ ചേട്ടനെ വിട്ടിട്ട് നമുക്കുള്ള ഭക്ഷണം മേടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കഴിച്ച് കഴിഞ്ഞാൽ ഫുള്ള് പ്രാണികളൊക്കെ കൊണ്ടിട്ട് ഞാനെന്നാൽ ടെൻറ്റിൻ്റെ അകത്തുനിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ടെൻ്റ് അടച്ചിട്ട് നമ്മളിപ്പോൾ ഭക്ഷണമോട്ട് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇന്ന് കഴിക്കാനായിട്ടാണെങ്കിലും ചോറും അതുപോലെ തന്നെ ഇത് പനീർ കറിയുണ്ടോ, പനീർ ചോറ്, ഇത് വേറൊരു കോളിഫ്ലവറും കിഴങ്ങൊക്കെ ഇട്ട കറി, പിന്നെ ദാലുണ്ട്, അതുപോലെ തന്നെ 3-4 റൊട്ടിയുണ്ട്, ഇനിയും കറികളൊക്കെ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ ഇനി കുറച്ചായിട്ട് മൊത്തത്തിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ടെൻ്റ് അലമ്പാവും. അപ്പോൾ നോക്കി താഴേക്ക് വീഴാണ്ട് പതുക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങണം. അപ്പോൾ എന്തായാലും നല്ലൊരു സ്ഥലത്ത് തന്നെയാണ് എത്തിയത്. അപ്പോൾ പെട്രോൾ പമ്പിൽ നിന്നൊക്കെ നമ്മൾക്ക് ഫുഡൊക്കെ മേടിച്ച് തന്നത്. ഇപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് ഓരോ സാധനങ്ങളൊക്കെ പെട്രോൾ പമ്പിൽ നിന്നും പരിചയപ്പെടുന്ന ആൾക്കാരൊക്കെ ചായയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടെങ്കിലും ഫുഡ് ഇതുവരെ ഒരു പെട്രോൾ പമ്പിൽ നിന്ന് എനിക്ക് പിന്നെ ഇതിനു മുമ്പ് നമുക്ക് പെട്രോൾ പമ്പിൽ നിന്ന് ഇതുപോലെ ഞാൻ ആന്ധ്രയിലൊക്കെ ഉള്ള ടൈമിൽ ഒരു പെട്രോൾ പമ്പിൽ ഒരു ബ്രോൻ്റെ ഒപ്പം അവിടെ നിന്ന് തന്നെ കുക്ക് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. അതായത് പെട്രോൾ പമ്പിൽ ഗ്യാസൊന്നും കുക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടിട്ട് അടുത്തുള്ള ഹോട്ടലിൽ നിന്ന് കറി മേടിച്ചിട്ട് അവിടെ സ്റ്റീമറിനകത്ത് കറണ്ടിൽ ചോറൊക്കെ വെച്ചിട്ട് ഞങ്ങൾ ചോറും കറിയൊക്കെ കഴിച്ചായിരുന്നു. അതല്ലാതെ പെട്രോൾ പമ്പിൽ നിന്ന് ഭക്ഷണം കഴിച്ചേക്കണ ഭയങ്കര കുറവാണ്. ഇപ്പോഴാണ് ഞാൻ പുറത്ത് പോയി കഴിക്കാൻ വേണ്ടി പോകണമായിരുന്നു. അപ്പോൾ പോകണ്ടെന്ന് പറഞ്ഞാൽ പിടിച്ച് നിർത്തിയിട്ട് നമുക്കുള്ള ഫുഡ് നമ്മുടെ ടെൻറ്റിൻ്റെ അകത്ത് എത്തിയിട്ടുണ്ട്.